നമ്മൾ നേരത്തെ പഠിച്ച ദോഗരയ്യ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഭ്യാസത്തിൽ മിൽക്കർ കരേ മിലാൻ എന്നൊരു എക്സസൈസ് ഭാഗമുണ്ട്. അത് ഇങ്ങനെയാണ്: പാഠമേസെ ചുൻകർ കുച്ച് വാക്യ നീച്ചെ ദിയേ ഗയേ ഹെ. പാഠത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില വാചകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രത്യേക വാക്യക്കെ സാമനെ ദോ ദോ അർത്ഥ ദിയേ ഹെ. ഓരോ വാക്യത്തിൻ്റെയും മുന്നിൽ റൈറ്റ് സൈഡിൽ അടുത്ത കോളത്തിൽ 2 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പനെ സമൂഹമേ ഇൻ പർ ചർച്ച കീജിയെ. നിങ്ങളുടെ ഗ്രൂപ്പായിട്ടിരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഓർ ഇൻകെ സബ്സെ ഉപയുക്ത അർത്ഥ സെ മിലായി. ഇതിൽ ഏറ്റവും യോജിക്കുന്ന അർത്ഥവുമായിട്ട് യോജിപ്പിക്കുക. ഇതൊരു 8ാം ക്ലാസ്സിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലേക്കൊക്കെ ഇത് നന്നായിട്ട് പ്രയോജനപ്പെടും. കോംപ്രിഹെൻഷൻ്റെ ഭാഗമാണ്. നമുക്ക് ആശയം മനസ്സിലാകുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു സംഭവമാണ്. പിന്നെ ABCD 4 ചോയ്സ് എന്നിട്ട് ഇതിൽ ഏറ്റവും ശരിയായ ഉത്തരം ഏതാണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം NCERT ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. പിന്നീട് വലിയ പരീക്ഷകളിൽ, അങ്ങനത്തെ ബാങ്ക് എക്സാമിനായാലും ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനമായിട്ട് നമ്മളിതിനെ കണക്കാക്കിയാൽ മതി. ഞാനതിൻ്റെ 2 ഭാഗത്തിൻ്റെയും 2 ഓപ്ഷൻ്റെയും അർത്ഥം പറഞ്ഞു തരാം. അതിലേതാണോ ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ മനസ്സിൽ കുറിക്കുക. ഞാൻ കറക്റ്റ് ഉത്തരവും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. അത് 7 സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ്: वो शोर मचाता है कि कानों के पर्दे फट जाए पर लोग कहते हैं कि പക്ഷി गा रहे हैं. അവരുടെ ശബ്ദം ഭയങ്കര തീക്ഷ്ണമാണ്, ചെവി പൊട്ടിപ്പോകുന്ന പോലത്തെ ശബ്ദമാണ്. പക്ഷെ ആൾക്കാർ പറയുന്നത് അവർ പാടുകയാണെന്നാണ്. പക്ഷികൾ പാടുന്നു, കിളികൾ പാടുന്നു എന്നുള്ളതാണ്. അതൊരു കവിപ്രയോഗവും കൂടെയാണ്. സുന്ദരമാണ് ആ പക്ഷികളുടെ കൂജനങ്ങൾ, പാട്ടുകൾ, ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാനായിട്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ: പക്ഷിയോं का शोर बहुत तेज होता है. തീക്ഷ്ണമാണ്. ലേക്കിൻ ലോഗ് ഉസെ സംഗീത് കി തരഫ് സരാഹത്തെ ഹെ. എന്നാൽ ആൾക്കാർ അതിനെ സംഗീതം എന്ന നിലയ്ക്ക് അതിനെ പ്രശംസിക്കുന്നുണ്ട്. സരാഹന, പ്രശംസിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ: പിതാജി കോ പക്ഷിയോं का चहकना शोर जैसा लगता था लेकिन लोगों को वो संगीत जैसा लगता था. പിതാജിക്ക് അത് അരോചകമായിട്ട് തോന്നുന്നു, പക്ഷേ ആൾക്കാർക്ക് അത് സംഗീതമായിട്ട് തോന്നുന്നു. ഇങ്ങനെ 2 ഓപ്ഷനാണ്. ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ നമുക്കൊന്നും കൂടെ നോക്കാം. പക്ഷിयों का शोर बहुत तेज होता है लेकिन लोग उसे संगीत की तरफ सराहते हैं. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എൻ്റെ വിചാരത്തിൽ. നിങ്ങൾക്ക് മറ്റ് സംഗതികളാണ് ശരിയെന്ന് തോന്നാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു യുക്തിയും കൂടെ ആലോചിച്ച് ഉറപ്പിച്ച് വയ്ക്കുക. ഇതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. പക്ഷിयों का शोर बहुत तेज होता है लेकिन लोग उसे संगीत की तरफ सराहते हैं. നെക്സ്റ്റ് സെൻറ്റൻസ്: ആംഗൻ में आम का पेड़ है. മുറ്റത്തൊരു മാവുണ്ട്. तरह तरह के പക്ഷി ഉസ് पर ഡേര ഡാലെ രഹത്തെ ഹെ. പലതരത്തിലുള്ള പക്ഷികൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഡേര ഡാൽന. ഡേര എന്ന് പറഞ്ഞാൽ കൂടാരാണ്. തമ്പു എന്നും ഒരു വാക്കുണ്ട് അതിന്. ഈ ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ്. അല്ലല്ലോ, പക്ഷികളെല്ലാവരും അവിടെ മരത്തിൽ വന്ന് താമസിക്കുന്നു എന്നേ ആ സെൻറ്റൻസിന് അർത്ഥമുള്ളൂ. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1: आम के पेड़ पर अलग अलग प्रकार के पक्षी हर समय निवास करते हैं. നിവാസ് കർണ, ഇവിടെ നമുക്ക് ഡേര ഡാലെ രഹത്തെ ഹെ എന്നുള്ളതിന് നിവാസ് കർണ എന്നുള്ള അർത്ഥം മാത്രം എടുത്താൽ മതി. ഇനി അടുത്ത ഓപ്ഷൻ: പക്ഷി പേട് पर തമ്പു ലഗാക്കർ രഹത്തെ ഹെ ജൈസെ കിസി മേലെ മേ ഡേര ഡാല ജാത്താ ഹെ. മേളകളിൽ ഇതുപോലെ ടെൻ്റ് അടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ടെൻറ്റിനകത്ത് പരിപാടികൾ നടത്തുന്നതും ഒക്കെ ഉണ്ട്.
അപ്പം അതുപോലെ അല്ല ഇതിനകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും നമുക്ക് ഓപ്ഷൻ 1 आम के पेड़ पर अलग अलग प्रकार के പക്ഷി ഹർ സമയ നിവാസ് കർത്തെ ഹെ. ഡേര ഡാൽന എന്നുള്ളതിൻ്റെ അർത്ഥം നിവാസ് കർണ എന്നാണ്. അവിടെ മാറ്റമൊന്നും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കണ്ട, മറ്റൊരർത്ഥം കരുതുകയും വേണ്ട. മൂന്നാമത്തെ സെൻറ്റൻസ്, വോ ധമാ ചോക്കടി മച്തി ഹെ कि हम लोग ठीक तरह से सो भी नहीं पाते. അവരുടെ ബഹളം കാരണം, ഇവിടെ ആരാ ബഹളക്കാർ? എലികളാണ്. എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പാത്രമൊക്കെ തട്ടിമറിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നതാണ്. അവർ ബഹളം ഉണ്ടാക്കുന്നതല്ല, അവർ അങ്ങനെ സ്വാഭാവികമായിട്ടും ബഹളം ആയി പോകുന്നതാണ്. അപ്പോൾ അതിന് 2 ഓപ്ഷൻ തന്നിരിക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ, പിതാജി കി ഭഗ്ദൗഡ് ഓർ ചോർ ഇത്തന ഹോത്താ ഹെ കി ഘർ കെ ചൂഹെ ചൈൻ സെ സോ നഹി പാത്തെ. അച്ഛൻ്റെ ഓട്ടവും ചാട്ടവും കാരണം വീട്ടിലെ എലികൾക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയല്ലല്ലോ, തിരിച്ചല്ലേ സംഭവിക്കുക. അടുത്ത ഓപ്ഷൻ നോക്കാം. ചൂഹോങ്കി ഭാഗ് ദൗഡ് ഓർ ഷോർ ഇത്തന ഹോത്താ ഹെ കി ഘർ കെ ലോഗ് ചൈൻ സെ സോ നഹി പാത്തെ. ഇവിടെ ഭാഗന എന്ന് പറഞ്ഞാലും ദൗഡന എന്ന് പറഞ്ഞാലും ഓട്ടം തന്നെയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പറയുമ്പോഴും അത് ഓട്ടം തന്നെയാണ്. തിരക്ക് പിടിച്ചിട്ടുള്ള കുറച്ചും കൂടെ കൂടിയ ഡിഗ്രിയുള്ള ഓട്ടം. അപ്പോൾ ഇവിടെ എന്താ? ചൂഹോങ്കി ഭാഗ് ദൗഡ്, എലികളുടെ ഓട്ടം കാരണം അവരുടെ ബഹളം, ഷോർ, ആ ഓട്ടം കാരണം ഷോർ ഇത്തന ഹോത്താ ഹെ, പാത്രമൊക്കെ തട്ടിമറിക്കുന്നതിൻ്റെ ബഹളം കേൾക്കുന്നു. ആ ബഹളം കാരണം ഘർക്കെ ലോഗ് ചൈൻസെ സോ നഹി പാത്തെ, വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലാണ്ട് അച്ഛൻ്റെ ബഹളം കാരണം എലിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എലികളുടെ ഓട്ടവും ബഹളവും കാരണം വീട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനാണ് ശരി. പിതാജിക്ക് അല്ല, ചൂഹോങ്കി ഭാഗ് ദൗഡ് और शोर इतना होता है कि घर के लोग चैन से सो नहीं पाते. नालामते सेंटेंस, वो समझते हैं कि माँ उनका मजाक उड़ा रही है. മസാഖ് ഉടാന എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നാണ്. പരിഹസിക്കുക എന്നുള്ള കുറച്ചും കൂടെ തീവ്രമായ മറ്റൊരർത്ഥവും നമുക്കെടുക്കാം. നോർമലി മസാഖ് ഉടാന എന്ന് പറഞ്ഞാൽ ഒരാളെ കളിയാക്കുന്നു, അമ്പട കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിനെ തമ്മിൽ, അതിനകത്ത് വേറെ ഒരു ദുരുദ്ദേശമില്ല. ചുമ്മാ ഒന്ന് ചിരിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരെല്ലാവരുടെ ഒന്ന് ഒരുമിച്ച് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഇതൊക്കെ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ മരിച്ചു പോകുമല്ലോ, ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരണം സുനിശ്ചിതമാണ്. അത് എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ മരിക്കുന്നതിന് മുൻപേ നമുക്ക് കിട്ടുന്ന സമയം സന്തോഷത്തോടെയും നല്ല കാര്യങ്ങൾ പഠിച്ചും നല്ല നേട്ടങ്ങളുണ്ടാക്കിയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തിയും ഒക്കെ കഴിയുന്നതാണ് നല്ലത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് തമാശ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് ഓപ്ഷൻസ് നോക്കാം. പിതാജി മാ കാ മസാഖ് സമജ് ജാത്തെ ഹെ, അച്ഛന് അമ്മയുടെ പരിഹാസം, കളിയാക്കൽ മനസ്സിലാകുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, പിതാജി കോ ऐसा भ्रम होने लगता है कि माँ उनकी चेष्टाओं का ഉപഹാസ് കർ രഹി ഹേ. ചേഷ്ട എന്ന് പറഞ്ഞാൽ പ്രയത്നങ്ങളാണ്. നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതിന് കുറച്ച് വാക്കുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ പറയാം. ഉദാഹരണത്തിന് പ്രയത്ന കർണ, പരിശ്രം കർണ, ശ്രമം കർണ, യത്ന കർണ, പ്രയാസ് കർണ, മെഹനത് കർണ, കോശിഷ് കർണ, ചേഷ്ട കർണ. ഇനിയും കാണുമായിരിക്കും, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം മീനിങ് ഇത്രയേ ഉള്ളൂ, നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യം പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ശ്രമം കർണ, യത്ന കർണ, പ്രയത്ന കർണ, പരിശ്രം കർണ, പ്രയാസ് കർണ, ഇത്രയും പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി പറയുന്നത് 3 കോശിഷ് കർണ, ചേഷ്ട കർണ, പിന്നെ ഒരെണ്ണം പറഞ്ഞല്ലോ, മെഹനത് കർണ. ഇത് 3 സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. അത് നേയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 10th അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സമയത്ത് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ പിതാജിക്കോ ഭ്രം ഹോനെ ലഗ്താ ഹെ, പിതാജി തെറ്റിദ്ധരിക്കുകയാണ്, ഭ്രമമാണ്, അത് കറക്റ്റ് ആകണമെന്നില്ല. ഭ്രം ഹോനെ ലഗ്താ ഹെ കി മാ ഉൻകി ചേഷ്ടാവോങ്ക, പ്രയത്നങ്ങളെ ഉപഹാസ് കർ രഹി ഹേ, അതിനെ പരിഹസിക്കുകയാണ് എന്ന് തോന്നി. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. പിതാജി കോ ऐसा भ्रम होने लगता है कि माँ उनकी चेष्टाओं का
उपहास कर रही है. ओके, ഇനി അഞ്ചാമത്തെ സെന്റൻസ്, ഫിഫ്ത്ത് വൺ. पिताजी ने लाठी दीवार के साथ टिकाकर रख दी और छाती फैलाए कुर्सी पर आ बैठे. ഛാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. ഛാത്തി ഫൈലായെ എന്ന് പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് നമ്മളൊരു ഭയങ്കര കാര്യം നടന്നു എന്നുള്ള ഭാവത്തിൽ. ലാഠി ദീവാർ കെ സാത്ത് ടിക്കാക്കർ, ടിക്കാന എന്ന് പറഞ്ഞാൽ വയ്ക്കുക എന്നേ അർത്ഥമുള്ളൂ. ചുവരിനോട് ചേർത്ത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ചാരി വയ്ക്കൂലേ, അങ്ങനെ ആ വടി ചുമരിൽ ചാരി വെച്ചു. എന്നിട്ട് കസേരയിൽ പോയി ഇരുന്നു. ഭാവം എന്തായിരുന്നു? ഞാൻ ഈ പക്ഷികളെയൊക്കെ പറത്തി വിട്ടു എന്ന ഭാവത്തിൽ പോയിരുന്നു. ഇനി ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. പിതാജീനെ ലാട്ടി ഏക് ഓർ രഖ് ദി ഓർ ഗർവ് സെ വിജയി മുദ്ര സെ ബൈഠ് ഗയെ. രണ്ടാമത്തെ ഓപ്ഷൻ, പിതാജി की छाती और सांस भूलने लगी और उन्होंने लाठी एक और रख दी. നെഞ്ചങ്ങ് വീർത്തുപോയി, ശ്വാസം അങ്ങനെ വലിച്ചു, അപ്പം വടി കൊണ്ടൊന്ന് വെച്ചു. അതല്ല, ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അതൊന്നും കൂടെ വായിക്കാം. പിതാജീനെ ലാട്ടി ഏക് ഓർ രഖ് ദി, പിതാജി വടി ഒരിടത്ത് വച്ചു. और गर्व से വിജയി മുദ്ര സെ ബൈഠ് ഗയെ, അഭിമാനത്തോടെ. ഇവിടെ ഗർവം എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിലെ ഗർവം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, അവൻ ഗർവിഷ്ഠനാണ്. ഈ ഹിന്ദിയിലെ ഗർവം എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. പിന്നെ മറ്റൊരു സാധനമുണ്ട്, മലയാളത്തിലെ അഭിമാനം എന്ന് പറഞ്ഞാൽ പ്രൈഡാണ്, ഹിന്ദിയിൽ അഭിമാൻ ഹോന എന്ന് പറഞ്ഞാൽ ഗർവ്, മലയാളത്തിലെ അഹങ്കാരമാണ്. അപ്പം അങ്ങനെ അർത്ഥ വ്യത്യാസമുള്ള വിപരീത അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. മറ്റൊരു സാധനമാണ് പശു. പശു എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഗായാണ്, അല്ലേ, കൗവാണ്. ഹിന്ദിയിലെ പശു എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും പശുവാണ്, ജാൻവർ ഉള്ള അർത്ഥത്തിലാണ് പശു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ പശുഹിംസ പാപമാണ് എന്ന് പറയുമ്പം അത് മലയാളത്തിൽ, കേരളത്തിൽ വന്നിട്ട് രാഷ്ട്രീയ മത വർഗ അങ്ങനെ 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 കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ലക്ഷ്യത്തിൽ പശുവിനെ കൊല്ലുന്നത് പാപമാണ് എന്ന ഒരു എന്താ പറയുക, ഒരു സംഭവം ഇങ്ങനെ അടിച്ചിറക്കി വിടുന്നതും ഒക്കെ. ഈ ബീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ പശു എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാർക്ക് അതൊരു മൃഗമാണ്. സാധാരണ നമ്മൾ പറയില്ല അതൊരു പാവം മൃഗമല്ലേ, അതിനെ എന്തിനാ ഉപദ്രവിക്കുന്നത്, അത്രേ അർത്ഥമേ അതിനുള്ളൂ വാസ്തവത്തിൽ. പക്ഷേ അത് ഇവിടെ ചില തൽപര കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാതെ അവർക്ക് പരിചയമുള്ള പശു നമുക്ക് പാല് തരുന്ന മൃഗമാണ്, അങ്ങനെ വരുന്നതാണ്. ആ കൂട്ടത്തിൽ ഈ പശു പാല് തരുന്നു എന്ന് പറയുമ്പം അവിടെ ഒരു രസകരമായ ഒരു സാധനമുണ്ട്. ഈ പശു പാല് തരുന്നുണ്ടോ? അഭിഷാദ് ഗുരുവായൂർ ഒരിക്കൽ ചോദിച്ചതാണ്. പശു പാല് തരുന്നില്ല. നമ്മൾ പശുവിനെ അകിട് കഴുകി ഈ രണ്ട് തട്ടൊക്കെ തട്ടി തലോടി അതിനെ കറന്നെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും അതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേസമയം കോഴി അങ്ങനെയല്ല, കോഴി മുട്ട തരും. മുട്ട ഇട്ട് കഴിയുമ്പോൾ കോഴി നമ്മളെ വിളിച്ച് പറയുകയും ചെയ്യും, ഡേ ഞാനിവിടെ മുട്ട ഇട്ടിട്ടുണ്ട്, പോയി എടുത്തോ എന്ന്, കൊക്കരോ കൊക്കരോ കൊക്കൊക്കോ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഓക്കെ, റൈറ്റ്. അത് ചുമ്മാ തമാശ. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതത്തിൽ കുറേ തമാശകൾ പറയുക, ആസ്വദിക്കുക തമാശകൾ. पिताजी ने लाठी एक और रख दी और गर्व से विजयी मुद्रा से बैठ गए. ആറാമത്തെ സെൻറ്റൻസ്, ഇത്തിനെ മേൻ രാത്ത് പടുകി. രാത്ത് പടുകി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടുക എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ വീഴുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമുണ്ട്. ഗിർപടി ഒരു സഹായക ക്രിയയായിട്ട് ഉപയോഗിക്കുന്നതാണ് പടുന എന്നുള്ളത്. രാത്ത് പടുകി, രാത്രി ആയി എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതിന് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, രാത്ത് കിസി ഭാരി ചീസുക്കി തരഫ് ഊപ്പർ സെ ഗിർപടി. രാത്ത് എന്തോ വലിയ ഭാരമുള്ള വസ്തു വന്ന് വീഴുന്നത് പോലെ എല്ലാവരുടെയും മുകളിലേക്ക് വീണു. രണ്ടാമത്തെ ഓപ്ഷൻ, കഹാനി കി ഘടനാവോं के बीच धीरे धीरे रात हो गई और अंधेरा छा गया. ഈ കഹാനി എന്താ? കഥ. ഹിന്ദിയിൽ കഥ എന്നുള്ള വാക്കുണ്ട്, കഹാനി എന്നുള്ള വാക്കുണ്ട്, ഗൽപ്പ് എന്നുള്ള വാക്കുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് വാക്കുകളേ ഉള്ളൂ, അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയെ. ഘടനാവോं के बीच, ഘടന എന്ന് പറഞ്ഞാൽ ഇൻസിഡൻ്റാണ്. ഈ സ്റ്റോറിയിലെ ഓരോ ഇൻസിഡൻറ്റിൻ്റെയും ഇടയ്ക്ക് അതിങ്ങനെ ഇൻസിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം പതുക്കെ 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 പതുക്കെ
धीरे धीरे रात छा गई, रात हो गई और अंधेरा छा गई. അതിൽ രണ്ടാമത്തേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ ഒന്നും കൂടെ വായിക്കാം. कहानी की घटनाओं के बीच धीरे धीरे रात हो गई और अंधेरा छा गया. ഛാന എന്ന് പറഞ്ഞാൽ പരക്കുക എന്നാണ്. ഇരുട്ട് പരന്നു, വെളിച്ചം പരന്നു. രോഷിനി ഛാഗയി, വെളിച്ചം എന്നുള്ളതിന് പ്രകാശ് എന്ന് പറയും, രോഷിനി എന്ന് പറയും, ഉജാല എന്നും പറയും. വേറെയും കാണും, എനിക്കിത്ര അറിയാം. ഇനി ഏഴാമത്തെ लास्ट सेंटेंस. जब हम लोग नीचे उतरकर आए तो वे फिर से मौजूद थी और मज़े से बैठी मल्हार गा रही थी. മൽഹാർ ഞാൻ ആ പാഠത്തിനിടയ്ക്ക് പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. മൽഹാർ ഒരു രാഗമാണ്, കർണാട്ടിക് സംഗീതത്തിലുള്ള ഒരു രാഗമാണ്. ഒത്തിരി രാഗങ്ങളുണ്ട്, അതിലൊരു രാഗമാണ് മൽഹാർ. മേഘ് മൽഹാർ എന്നൊക്കെ ഹിന്ദിയിൽ പറയാറുണ്ട്, ഹിന്ദുസ്ഥാനിയിലും കാണുമായിരിക്കും. മഴയുമായി ബന്ധപ്പെട്ട ഒരു രാഗമാണ്. अब हम लोग नीचे उतरकर आए तो वे फिर से मौजूद थी. മൗജൂദ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് എന്നാണ്. അവർ വീണ്ടും അവിടെ പ്രസൻ്റ് ആയിരുന്നു. എവിടെ? ആ ഫാനിൻ്റെ ആ ഗോളത്തിൻ്റെ മുകളിൽ. അവർ മജേസെ രസമായിട്ട് ഉല്ലാസത്തോടെ ബൈഠി മൽഹാർഗ, അവിടെ പാട്ട് പാടുകയല്ല, അവർ കച്ചേരി നടത്തുകയല്ല. അവിടെ അവർ തമ്മിലിങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നു. പക്ഷികൾ സംസാരിക്കുന്നതിന് നമ്മൾ ചിലയ്ക്കുക എന്ന് പറയും. പക്ഷി ചിലച്ചുകൊണ്ടിരുന്നു. അപ്പം നമുക്കതെന്തായിട്ടാണ് തോന്നുന്നത്? അവർ മൽഹാർ പാടുകയാണെന്ന് തോന്നി. രണ്ട് ഓപ്ഷൻസ്. गोरिया बिर से लौट आई थी और शांत व प्रसन्न भाव से चहचहा रही थी जैसे कोई राग गा रही हो. ചഹുചഹാന എന്ന് പറഞ്ഞാൽ പക്ഷികൾ ചിലയ്ക്കുന്നതിനാണ് ചഹുചഹാന എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ, എല്ലാത്തിനും ഇല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളുടെ ഇതുപോലെ ഉച്ചരിക്കുന്ന അവരെ പറയുന്നതിന് ഒരു വാക്കുണ്ട്. നമുക്കത് പിന്നീട് നോക്കാം എപ്പോഴെങ്കിലും. എനിക്കതെല്ലാം ഒന്ന് നോക്കിയെടുത്ത് വയ്ക്കണം, എന്നാലേ പറയാൻ പറ്റൂ. രണ്ടാമത്തെ ഓപ്ഷൻ, ഗോരിയാം ശാസ്ത്രീയ സംഗീത കാ അഭ്യാസ് കർ രഹി थी और രാഗ് മൽഹാർ ഗാ രഹി थी. അതെല്ലാം തന്നെ നമുക്കറിയാമല്ലോ. പക്ഷികൾ ശാസ്ത്രീയ സംഗീതം പ്രാക്ടീസ് ചെയ്തതല്ല, മൽഹാർ എന്നുള്ള രാഗം പാടിയതുമല്ല. അങ്ങനെ വരുമ്പം ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഗോരിയാം ബിർസെ ലൗട്ട് ആയി थी, വീണ്ടും അവരവിടെ വന്നു. ഓർ ശാന്തവ പ്രസന്ന ഭാവസെ, ശാന്തമായിട്ട് സന്തോഷത്തോടെ, ചഹുചഹ രീതി പരസ്പരം ചിലച്ചുകൊണ്ടിരുന്നു. ജൈസെ കൊയ് രാഗ് ഗാ രഹി ഹോ, ഏതോ രാഗം ആലപിക്കുന്നത് പോലെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെ കോംപ്രിഹെൻഷൻ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പഠിച്ച ഗദ്യഭാഗം ഉണ്ടാകും, അതുപോലെ പഠിച്ച പദ്യഭാഗവും ഉണ്ടാകും കോംപ്രിഹെൻഷന്. അതുപോലെ പഠിക്കാത്ത ഗദ്യഭാഗവും ഉണ്ടാകും, പഠിക്കാത്ത പദ്യഭാഗവും ഉണ്ടാകും. അത് ആ പാരഗ്രാഫ് വായിച്ച് ആശയം മനസ്സിലാക്കി ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും കോംപ്രിഹെൻഷൻ നമ്മുടെ പഠനത്തിൻ്റെ, ഭാഷാ പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഭാഷ എന്തിനാണ് പറയുന്നത്? മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അത് മനസ്സിലാക്കുന്നത് പോലെ പറയുകയും വേണം, പറയുന്ന കാര്യങ്ങൾ അവരുദ്ദേശിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ, എക്സർസൈസസ് നമുക്ക് പ്രയോജനപ്പെടും. എൻ്റെ കാഴ്ചയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല കവിതകളും എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിശേഷിച്ചും കോയും കീയും ഒക്കെ ഭ്രമം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഞാൻ പലപ്പോഴും. അത് ക്ഷമിക്കുക. ഇപ്പോൾ ഇതിന് പരിഹാരമൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സദയം സഹകരിക്കുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.